ഇന്ത്യക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നതിന്റെ തോത് അടുത്തിടെയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ആ സാഹചര്യത്തിൽ പാകിസ്ഥാനെതിരെ ശക്തമായ തിരിച്ചടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ വിദ്യാർത്ഥി. ഓക്സ്ഫോർഡ് യൂണിയനിൽ നടന്ന സംവാദത്തിൽ പാകിസ്ഥാന്റെ വാദങ്ങളെ വസ്തുതകൾ നിരത്തി തകർത്തിരിക്കുകയാണ് ഇന്ത്യൻ വിദ്യാർത്ഥിയായ വീരാംശ് ഭാനുശാലി. ഈ ക്രിസ്മസിന് എന്ത് ഗിഫ്റ്റ് ചെയ്യും? മൈജിയിലുണ്ടല്ലോ എല്ലാം. ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഡിജിറ്റൽ ആക്സസറീസ്. നാണം കെട്ടവർക്ക് ഇനി എന്ത് നാണം? ഓക്സ്ഫോർഡ് യൂണിയനിൽ നടന്ന സംവാദത്തിൽ പാകിസ്ഥാന്റെ കുപ്രചരണങ്ങളെ വസ്തുതകളുടെ വാളേന്തി തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് വീരാംശ്. ഇന്ത്യയുടെ പാകിസ്ഥാൻ നയങ്ങൾ സുരക്ഷാ നയങ്ങളായി പ്രചരിപ്പിക്കുന്ന ഒരു ജനപ്രിയ തന്ത്രമാണ് എന്നതായിരുന്നു സംവാദത്തിനായി നിശ്ചയിച്ചിരുന്ന വിഷയം. എന്നാൽ പാകിസ്ഥാൻ ഉന്നയിച്ച ഈ ആരോപണങ്ങളെ തെളിവുകൾ സഹിതം വീരാംശ് ഭാനുശാലിയുടെ നേതൃത്വത്തിലുള്ള സംഘം തകർക്കുകയായിരുന്നു. നമ്മൾ അത് കഠിനമായ അനുഭവത്തിലൂടെയാണ് പഠിച്ചത്. നാണമില്ലാത്ത ഒരു രാജ്യത്തെ നിങ്ങൾക്ക് ലജ്ജിപ്പിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സംവാദം ജയിക്കാൻ എനിക്ക് വാക്സാമർത്ഥ്യം ആവശ്യമില്ല, ഒരു കലണ്ടർ മാത്രം മതിയെന്ന് വീരാംശ് പറഞ്ഞു. 1993 മുംബൈ സ്ഫോടനങ്ങൾ നടന്നത് തിരഞ്ഞെടുപ്പിന് 3 വർഷം മുൻപായിരുന്നുവെന്നും അത് വോട്ട് ലക്ഷ്യം വെച്ചുള്ളതല്ല, മറിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക നട്ടെല്ല് തകർക്കാൻ പാക് ചാര സംഘടനയായ ISI നടത്തിയ യുദ്ധമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 6/11 ആക്രമണത്തെക്കുറിച്ചുള്ള തന്റെ സ്വകാര്യ വിവരണത്തോടെയാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത്. ആ ലക്ഷ്യങ്ങളിലൊന്ന് ഛത്രപതി ശിവാജി മഹാരാജാവ് ടെർമിനസ് ആയിരുന്നു. എൻ്റെ അമ്മായി മിക്കവാറും എല്ലാ വൈകുന്നേരവും കടന്നുപോയിരുന്ന അതേ സ്റ്റേഷൻ തന്നെയായിരുന്നു. യാദൃശ്ചികമായോ ദൈവഭാഗ്യം കൊണ്ടോ ആ രാത്രി അവർ മറ്റൊരു ട്രെയിനിൽ വീട്ടിലേക്ക് പോയി. അങ്ങനെ വിധിയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അന്ന് ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. എൻ്റെ നഗരം കത്തുമ്പോൾ ടെലിവിഷനിൽ എല്ലാം ഭയത്തോടെ നോക്കിക്കാണുകയായിരുന്നു. ഫോണിൽ അമ്മയുടെ ശബ്ദത്തിലെ ഭയവും എൻ്റെ അച്ഛനേറ്റ പരിക്കുകളുടെ വേദനയും എനിക്ക് ഓർമ്മയുണ്ട്. 3 രാത്രികൾ മുംബൈ ഉറങ്ങിയില്ല, ഞാനും ഉറങ്ങിയില്ല, വീരാംശ് പറഞ്ഞു. വിഷാദമൂകമാക്കാൻ വേണ്ടിയല്ല, ചർച്ചയെ യാഥാർത്ഥ്യബോധത്തോടെ അവതരിപ്പിക്കാനാണ് തന്റെ അനുഭവം പങ്കുവയ്ക്കുന്നതെന്ന് വീരാംശ് പറഞ്ഞു. 1993 സീരിയൽ സ്ഫോടനങ്ങളിൽ 250-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. ഈ ദുരന്തങ്ങളുടെ നിഴലിലാണ് താൻ വളർന്നത്. അതിനാൽ ഇന്ത്യയുടെ പാകിസ്ഥാനോടുള്ള കർക്കശമായ നിലപാട് വെറും ജനപ്രിയതയാണെന്ന് ആരെങ്കിലും അവകാശപ്പെടുമ്പോൾ എന്തുകൊണ്ട് അത് തന്നെ ദേഷ്യം പിടിപ്പിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും. 1993 മാർച്ചിൽ RDX സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചു. 257 പേർ മരിച്ചു. 1993 മാർച്ചിൽ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നല്ലോ? ഇല്ല, ആ തിരഞ്ഞെടുപ്പ് 3 വർഷം അകലെയായിരുന്നു. നമുക്ക് വോട്ട് ആവശ്യമായിരുന്നത് കൊണ്ടല്ല ഭീകരത വന്നത്. ദാവൂദും ISIയും ഇന്ത്യയുടെ സാമ്പത്തിക നട്ടെല്ല് തകർക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് അത് വന്നത്. അത് ജനകീയതയല്ല, അതൊരു യുദ്ധമായിരുന്നു. ജനങ്ങളുടെ രോഷം അനിയന്ത്രിതമായിരുന്നു. ഒരു ജനപ്രിയ സർക്കാർ എന്ത് ചെയ്യുമായിരുന്നു? ഒരു ജനപ്രിയ നേതാവ് അടുത്ത തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വിമാനങ്ങൾ പറത്തിവിടുമായിരുന്നു. എന്നാൽ അന്നത്തെ ഇന്ത്യൻ സർക്കാർ തന്ത്രപരമായ നിയന്ത്രണം തിരഞ്ഞെടുത്തു. ജനപ്രിയമല്ലാത്ത സമീപനം സമാധാനം വാങ്ങി ഇല്ല. അത് പഠാൻകോട്ട്, ഉറി, പുൽവാമ ആക്രമണങ്ങൾക്ക് വഴി തുറന്നു. വീരാംശ് ഓർമ്മപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നു മേയിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആരോപണങ്ങളെയും വ്യക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥി ഭേദിച്ചു. ഇന്ത്യയുടെ പൊതു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സർക്കാർ സുരക്ഷിതമായിരുന്ന സമയത്താണ് ആക്രമണം ഉണ്ടാകുന്നതെന്നും പാക് പക്ഷത്തിന് ടൈം ലൈൻ പരിശോധിക്കാമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. ലഷ്കർ-ഇ-തോയ്ബയുടെ ചീഫ് റീബ്രാൻഡ് ആയ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ഭീകരർ പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ആക്രമിച്ചു. 26 പേരെ വലിച്ചിഴച്ച് അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ കൊലപ്പെടുത്തി. അവർ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് ചോദിച്ചില്ല, അവരെ വധിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടതിന്റെ കാരണം അദ്ദേഹം വിശദീകരിച്ചു. ആ കൂട്ടക്കൊലയിൽ അവശേഷിച്ച വിധവകൾക്ക് വേണ്ടി സുമംഗലിയുടെ സിന്ദൂര ചിഹ്നം തിരഞ്ഞെടുത്തു. 9 ലോഞ്ച് പാഡുകൾ കൃത്യമായി നശിപ്പിക്കുന്നതായിരുന്നു ആ നടപടി. കുറ്റവാളികളെ ഞങ്ങൾ ശിക്ഷിച്ചു. പിന്നെ എന്ത്? ഞങ്ങൾ നിർത്തി. ഞങ്ങൾ ആക്രമിച്ചില്ല, ഞങ്ങൾ അധിനിവേശം നടത്തിയില്ല. അത് ജനകീയതയല്ല, അതാണ് പ്രൊഫഷണലിസം എന്നും അദ്ദേഹം പറഞ്ഞു. സ്വന്തം ജനതയ്ക്ക് അപ്പം നൽകാൻ കഴിയാത്ത പാകിസ്ഥാൻ ഭരണകൂടം ജനങ്ങളെ വിഡ്ഢികളാക്കാൻ സർക്കസ് കാണിക്കുകയാണെന്നും അദ്ദേഹം പരിഹസിച്ചു. ഭീകരതയെ പാകിസ്ഥാൻ വിദേശ നയത്തിന്റെ ഉപകരണമായി ഉപയോഗിക്കുന്നത് നിർത്തുന്നതുവരെ ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.